വിശപ്പാണ് ഏറ്റവും വലുത്. അത് പട്ടിണി കൂടാതെ കിടന്ന് ഒരു നേരം ആഹാരം കഴിക്കാൻ. നമസ്കാരം. കുറ്റബോധങ്ങളില്ലാതെ ജീവിക്കുക എന്നത് വളരെ പ്രയാസമാണ്. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിനോളം വിജയം, ഭാഗ്യം വേറൊന്നിനുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ പലരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നേണ്ടി വന്നാൽ നമ്മളെ വലിയ രീതിയിൽ അത് ബാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും വിമർശിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് അവർ മരണപ്പെട്ടതിന് ശേഷം വേണ്ടിയിരുന്നില്ല, എങ്കിലും എന്തിനായിരുന്നു ഞാനത് ചെയ്തത് എന്ന ഒരു ചിന്ത നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഉണ്ടാകേണ്ട എങ്കിൽ നമ്മൾ ആരെയാണോ വിമർശിക്കുന്നത്, ആരെയാണോ പരിഹസിക്കുന്നത്, അവർ അതിന് പൂർണ്ണമായും അർഹരാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകുക എന്നതാണ്. നമുക്കറിയാം, അവർ നാളെ മരണപ്പെട്ടാൽ പോലും ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതിന് അല്ലെങ്കിൽ പരിഹസിച്ചതിനോ വിമർശിച്ചതിനോ എനിക്ക് കുറ്റബോധം തോന്നേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ള വിഷയങ്ങളെ മാത്രം വിമർശനത്തിനോ പരിഹാസത്തിനോ ഒക്കെ വേണ്ടി തിരഞ്ഞെടുക്കുക. ഞാൻ ഒരുപാട് പേരെ വിമർശിക്കുന്ന ആളാണ്, പരിഹസിക്കേണ്ട ഇടങ്ങളിൽ പരിഹസിക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് വരെ അതിലൊരു കുറ്റബോധവും തോന്നേണ്ടി വന്നിട്ടില്ല. അവർക്ക് അതിന് അർഹതയുണ്ട് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്നു. പക്ഷേ ഇന്ന് വരെ ഞാൻ പരിഹസിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി, അവരെ ഒരുപാട് പേർ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീയുടെ മരണശേഷം ആ വേദന എന്നിൽ ഇരട്ടിയാകുന്നു. വേറെ ആരുടെയും കാര്യമല്ല സംസാരിക്കുന്നത്. ജിഷ എന്ന പെൺകുട്ടിയെ മലയാളികളൊന്നും മറക്കില്ല, ഒരിക്കലും മറക്കാനാവില്ല. എനിക്ക് തോന്നുന്നത് 2016 നടന്ന ആ അതിക്രൂരമായ പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണ് അങ്ങനെ ഒരു പരമ്പരയ്ക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ സമാനമായ രീതിയിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 വർഷമായി ആ സംഭവം നടന്നിട്ട്. ഈ 10 വർഷവും ജിഷയുടെ അമ്മ രാജേശ്വരി ഒരുപാട് പരിഹാസത്തിന് വിധേയമായിട്ടുണ്ട്. ജിഷയുടെ കൊലപാതക ശേഷം ഒരുപാട് മനുഷ്യർ അവരെ സാമ്പത്തികമായി സഹായിച്ചു, അവരോട് സഹതാപം കാണിച്ചു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കപ്പുറം അവർ ഒന്ന് വൃത്തിയായി കുളിച്ചൊരുങ്ങി നടന്നപ്പോൾ, ഒരു നല്ല സാരി ഉടുത്ത് മുടിയൊന്ന് ഡൈ ചെയ്ത് നന്നായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ ഇവരെന്തൊരഹങ്കാരിയാണ്, മകളുടെ ജീവന്റെ വില തിന്ന് നശിപ്പിക്കുകയാണ് ഈ സ്ത്രീ, ആർഭാടം കാണിക്കുകയാണ്, ധൂർത്തടിക്കുകയാണ് തുടങ്ങി ഒരുപാട് പഴി അവർ കേൾക്കേണ്ടി വന്നു. വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ പൊക്കി പിടിച്ച് കൊണ്ടുനടക്കാൻ ആളുണ്ടായി. ഇന്നും ആരുമില്ല. ആരും ഒന്നും ചിന്തിച്ചില്ല അവരനുഭവിച്ച വേദനയുടെ തീവ്രത എത്രത്തോളമായിരിക്കും, അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണ് എന്ന് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ല. എന്നിട്ടും യാതൊരു ദയയുമില്ലാതെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അവരുപയോഗിക്കുന്ന ഓരോ വാക്കും എടുത്ത് അവരെ വല്ലാതെ പരിഹസിച്ചു. ഇന്നിപ്പോൾ അവർ മരണപ്പെട്ടിരിക്കുകയാണ്. അതിദാരുണമായിരുന്നു അവരുടെ അവസാന നാളുകൾ. പല ഇൻ്റർവ്യൂകളും ഈ അവസാന കാലങ്ങളിലായിട്ട് അവരുടേത് കാണാനിടയായിട്ടുണ്ട്. കൊച്ചി മറൈൻ ഡ്രൈവിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ 20, 10, 30 രൂപയ്ക്കൊക്കെ വിറ്റ് നടക്കുന്നു. കയ്യിലൊരു ഷോപ്പറും പിടിച്ചുകൊണ്ട് ഓരോ മനുഷ്യരുടെയും പിറകെ. അപ്പോഴുമൊക്കെ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അർത്ഥമെന്താണെന്ന് നമുക്കറിയാത്ത രീതിയിലുള്ള നിഗൂഢമായിട്ടുള്ള പൊട്ടിച്ചിരികളും ഉണ്ടായിരുന്നു. ഇത്രയുമൊക്കെ കളിയാക്കലുകൾക്കിടയിലും അവർ 10 വർഷം കാത്തിരുന്നു, പിടിച്ചു നിന്നു. ഒരുപാട് രോഗം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിലും അവരുടെ മകളെ പിച്ചി ചീന്തി കൊലപ്പെടുത്തിയവന് തൂക്കുകയർ കിട്ടുന്ന ആ ദിവസത്തിന് വേണ്ടി. തൂക്കുകയർ കിട്ടി, പക്ഷേ അവനിപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അവൻ്റെ ക്രൂരതയ്ക്കിരയായ ആ മകളും ആ അമ്മയും ഇന്നീ ഭൂമിയിലില്ല. 2 പാഠങ്ങളാണ് ജിഷയുടെ അമ്മയുടെ മരണത്തിലൂടെ നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഒന്ന്, നമ്മൾ ആരെയാണ് വിമർശിക്കേണ്ടത്, ആരെയാണ് പരിഹസിക്കേണ്ടത്? അവർ എന്തെങ്കിലും ദ്രോഹം സമൂഹത്തിന് ചെയ്തോ? അവർ ഒരു ഇരയല്ലേ, അല്ലേ? ഒരുപക്ഷെ അവരുടെ മകൾ അനുഭവിച്ചതിനേക്കാൾ വേദന അനുഭവിച്ചല്ലേ ആ അമ്മ 10 വർഷം ഇവിടെ ജീവിച്ചത് നമ്മുടെയൊക്കെ കൺമുന്നിൽ. അവരുപയോഗിച്ച ബ്രൂട്ടീഷ്യൻ എന്നൊരു വാക്കുകൊണ്ട് മാത്രം എത്രയോ ട്രോളുകൾ അവർക്ക് നേരെ ഉണ്ടായി. അപ്പോഴൊന്നും ആരും ചിന്തിച്ചില്ല അവരാരാണ്, അവരെങ്ങനെയാണ് നമുക്ക് മുന്നിൽ അറിയപ്പെട്ടത്. അവർ ഒരു ഇരയാണ് എന്ന് പോലും നമ്മൾ ഓർത്തില്ല. ആരെ വിമർശിക്കുന്നതിനും പരിഹസിക്കുന്നതിന് മുമ്പ്, വിമർശനം പിന്നെയും നമുക്ക് സമാധാനിക്കാം, പക്ഷെ പരിഹസിക്കുന്നതിന് മുൻപ് അവർ അതിന് അർഹയാണോ, എന്തിനാണ് നമ്മളവരെ പരിഹസിക്കുന്നത്, അവർ ആരാണ് എന്ന് ചിന്തിക്കുന്നത് പിന്നീട് നമുക്ക് കുറ്റബോധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. അവരെ പരിഹസിച്ചവരും ആ പരിഹാസം കേട്ട് ഊറിച്ചിരിച്ചവരും പൊട്ടിച്ചിരിച്ചവരുമെല്ലാം ഇന്ന് കണ്ണിൽ നനവോടെ പറയുന്നു, പാവം, എന്നാലും മരിച്ചുപോയല്ലോ, അവസാന നാളുകൾ എത്ര ദയനീയമായിരുന്നു, മകളുടെ ആത്മാവിന് നീതി കിട്ടുന്നത് കാണാൻ കഴിയാതെ അവർ മരണപ്പെട്ടു പോയല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആരാണെങ്കിലും മരിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പറയും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വിമർശനങ്ങളും പരിഹാസങ്ങളും ഉപയോഗിക്കുക. 2, എത്രയോ ഇരകളാണ് നീതി കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നത്, അല്ലേ? അവരൊക്കെ നീറി കഴിഞ്ഞിട്ട് അവസാനം
അവസാന നിമിഷങ്ങൾ എന്തായിരിക്കും ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് അല്ലേ? അവരുടെ ഈ ജിഷയുടെ മരണശേഷം ഒരുപക്ഷെ അവരുടെ മനസ്സിലുള്ള ഏക ആഗ്രഹം ഇതായിരുന്നിരിക്കാം, അവൻ മരിക്കുന്നത് അറിയണം. ജിഷയുടെ കൊലപാതകിയായ അമീറുൽ ഇസ്ലാമിന് വേണ്ടി വാദിച്ച ആളൂർ വക്കീല് മരണപ്പെട്ട സമയത്ത് വളരെയധികം സന്തോഷിച്ചു ജിഷയുടെ അമ്മ. അയാൾ ചത്തുപോയതിൽ എനിക്ക് സന്തോഷമുണ്ട്, 14-15 ലക്ഷമൊക്കെയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഫീസായിട്ട് ഇയാൾ ഈടാക്കിയിരുന്നത്, അവൻ എവിടെ നിന്നാണ് ഫണ്ട് എന്നൊന്നും അറിയില്ല, പക്ഷേ അവൻ ചത്തതിൽ, ആ വക്കീൽ ചത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന വാചകമാണ് അവിടെ ജിഷയുടെ അമ്മ ഉപയോഗിച്ചത്. അവരുടെ മനസ്സിൽ എത്രത്തോളം അമർഷം അവർ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നിരിക്കണം. ഈ 2 പോയിന്റുകളിലൂടെയും നോക്കിക്കാണുമ്പോൾ വളരെയധികം വേദന എനിക്ക് തോന്നുന്നു. കാര്യം നമുക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ലെങ്കിലും മനുഷ്യരല്ലേ നമ്മളെല്ലാം. ഒരു മകൾ അകാലത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്ത ദ്രോഹത്തിലൂടെ നഷ്ടപ്പെട്ടതിലുള്ള മാനസിക ശാരീരിക ആഘാതങ്ങൾ ഒരമ്മയ്ക്ക് എത്രത്തോളം ആയിരിക്കാമെന്ന് ഊഹിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. കഴിയാത്തവർ അതിന് ശ്രമിക്കണം, നമുക്ക് ഊഹിക്കാൻ സാധിക്കണം. എന്നാൽ വിമർശിക്കേണ്ടവരെയും പരിഹസിക്കേണ്ടവരെയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. അതും നമുക്ക് നാളെ കുറ്റബോധത്തിനിടയാക്കും. സമൂഹത്തിന് ഏതെങ്കിലും ഒരു രീതിയിൽ ദ്രോഹം ചെയ്യുന്നവരെയെല്ലാം നമുക്ക് വിമർശിക്കണം, പരിഹസിക്കേണ്ട ഇടങ്ങളിൽ പരിഹസിക്കണം. പക്ഷേ നമ്മൾ അങ്ങേയറ്റം എന്തൊക്കെ പറഞ്ഞാലും തിരിഞ്ഞു നിന്ന് ഒന്നും പറയാൻ ശേഷിയില്ല, ശക്തിയില്ല, ആൾബലമില്ല, സ്വാധീനമില്ല എന്നൊക്കെ നമുക്ക് ബോധ്യമുള്ള ആളുകളെ എന്തിനാണ് വെറുതെ? മഹാപാപമല്ലേ അത്? അവരെ വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് ആ ആത്മാവിനോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു നേരം, അത് മാത്രമേ ഇനി മുന്നിലുള്ളൂ. അതെങ്കിലും അങ്ങനെ ചെയ്തവർ ചെയ്യണം. ഗോവിന്ദച്ചാമിയുടെ ക്രൂരതയ്ക്കിരയായ സൗമ്യയുടെ സഹോദരൻ മരണപ്പെട്ടു. അവരുടെ വീട്ടിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും യാതനകളുമാണുള്ളത്. ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കാനല്ലാതെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നീതിന്യായ വ്യവസ്ഥ കൃത്യമായ സമയത്ത് അവർക്ക് അർഹമായ നീതി കൊടുക്കാത്തത്? വലിയ ദുഃഖമുണ്ട്. ഇനിയിപ്പോൾ അവനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വന്നാൽ പോലും അത് കണ്ട് സംതൃപ്തിയോടെ ഒന്ന് മരിക്കാനുള്ള സാഹചര്യം ആ അമ്മയ്ക്ക് കിട്ടാതെ പോയില്ലേ? ഇനി അവന് തൂക്കുകയർ കിട്ടി മലയാളികൾ മുഴുവൻ സന്തോഷിച്ചാലും ആ സന്തോഷം അറിയാതെ, ആ സംതൃപ്തി അനുഭവിക്കാതെ ആ അമ്മ അങ്ങ് പോയില്ലേ? അതുകൊണ്ട് നീതിദേവത കൃത്യസമയത്ത് കണ്ണു തുറക്കണം. നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ സമയത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ അത് അർത്ഥമില്ലാത്തതായേക്കാം. കോടതി വിധിയുടെ കാര്യമൊക്കെ പരാമർശിച്ചപ്പോഴാണ് ഇനി 17-ാം തീയതി നമ്മുടെ ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതക കേസിലുള്ള വിധി വരാനിരിക്കുകയാണ്. നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അതിനെയും നോക്കിക്കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ എന്തിനാണ് ഞാനിന്ന് ഈ വിഷയം സംസാരിച്ചതെന്ന്. എന്തോ അവരുടെ പഴയ വീഡിയോകളൊക്കെ കാണുമ്പോഴും ആ മരണവാർത്ത കേട്ടപ്പോഴുമൊക്കെ വിഷമമുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരുപാട് പേര് അവരെ പറ്റിച്ചില്ലേ? അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന തുകയൊക്കെ അവരെ പറഞ്ഞൊക്കെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ പല വാഗ്ദാനങ്ങളുമൊക്കെ കൊടുത്ത് കുറേ പേര് പണം സൂക്ഷിച്ച് വെച്ചേക്കാമെന്നൊക്കെ ഏറ്റ്, ആരും ഇല്ലല്ലോ അവരെ സഹായിക്കാനും കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനും. പിന്നെ എനിക്കാണെങ്കിൽ ആരും ബാങ്കുകാരെ വിശ്വസിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് വിശ്വസിക്കാൻ പറ്റില്ല. വന്ന പണമൊക്കെ പോയി തീർന്നു എന്ന് പറയുന്നു. ആ ഒരവസ്ഥയെ ചൂഷണം ചെയ്ത് ഒരുപാട് പൈസ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയ ആളുകളുണ്ട്. അവരൊക്കെ നന്നായിരിക്കട്ടെ.